ഹലോ ഗായ്സ്, ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സൂഷി കഴിക്കാൻ ഒരു വല്ലാത്ത മൂഡ്. ഈ ജാപ്പനീസ് ക്വിസീൻ നമ്മളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും ഓർത്തില്ല, നേരെ കിച്ചണിലേക്ക് പോയി സൂഷി റൈസ് ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് ഒരിക്കലും പരീക്ഷിച്ച് വിജയിച്ചതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്ക് തുടങ്ങാം. നല്ലോണം കഴുകിയ സൂഷി റൈസിലേക്ക് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. ഇത് നല്ല സ്റ്റിക്കി റൈസാണ് കേട്ടോ, ഗ്ലൂട്ടനസ് റൈസാണ്, കാരണം സൂഷി ഉണ്ടാക്കാൻ ബെസ്റ്റ് അതാണ്. ഇനി ഈ റൈസിലേക്ക് ചേർക്കാനുള്ള ഒരു മിക്സ്ചർ റെഡിയാക്കാം. റൈസ് വിനെഗർ, 1 ടേബിൾ സ്പൂൺ റൈസ് വിനെഗറിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് ചൂടാക്കി എടുക്കുക. ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ്സ് ചൂടാക്കുന്നുണ്ട്. ആ ഒരു മിക്സ്ചർ റൈസിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം റൈസ് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫില്ലിങ്ങിനുള്ള പരിപാടി നോക്കാം. നമ്മളിവിടെ എഗ് സൂഷിയാണ് കേട്ടോ ഉണ്ടാക്കണേ. സൂഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം തന്നെയാണ് കേട്ടോ. ബിക്കോസ് ഇതിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, റൈസ്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ നമ്മളുടെ ചോയ്സ് ഓഫ് പ്രോട്ടീൻ, അതിപ്പോൾ ഫിഷ് ആവാം, പ്രോൺസ് ആവാം, പിന്നെ ചിക്കൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീറ്റ് ആവാം. അപ്പോൾ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സൂഷി ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പോൾ 2 എഗ്സ് ഇവിടെ ബീറ്റ് ചെയ്ത് ഓംലെറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഓംലെറ്റ് നമുക്കിവിടെ തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം ജൂലിയൻ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനെടുത്ത വെജിറ്റബിൾസ് ക്യാപ്സിക്കം, ക്യാരറ്റ് ആൻഡ് ക്യുക്കുംബേഴ്സ് ആണ്. ഇനി എന്താണ്, നമുക്കിത് റോൾ ചെയ്യുന്നതാണ്. ഇതെനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ. ഈ റോൾ ചെയ്യണ പരിപാടി ഭയങ്കര രസമാണ്. ഇനി നമുക്കിത് സീവീഡ് ഷീറ്റ്, നോറി ഷീറ്റ് എന്ന് പറയും, ഇവിടെ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ ഈ സൂഷി റൈസും ആമസോണിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഈ നോറി ഷീറ്റിന്റെ റഫ് എൻഡാണ് കേട്ടോ അപ്വേർഡ് ഫേസ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഈ റൈസൊക്കെ നല്ലോണം അതിലേക്ക് സ്റ്റിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ ചൂടോടെയുള്ള റൈസ് നല്ലോണം ആ നോറി ഷീറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. വെജിറ്റബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ഓംലെറ്റ് സ്ട്രിപ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്തിരി തടിയനാക്കിയിട്ട് എൻ്റെ ഫില്ലിങ് ഇത്തിരി കൂടിപ്പോയി. ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് റോൾ ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മയണൈസ് ജനറസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഹോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സിറാച്ച സോസ് അല്ലെങ്കിൽ ഹോട്ട് സോസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടും. ഇനി ഒരു ഷാർപ്പായിട്ടുള്ള നൈഫ് എടുത്തിട്ട് വെള്ളം തൊട്ടിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഷാർപ്പായിട്ടുള്ള നൈഫ് എടുക്കാൻ ശ്രദ്ധിക്കുക, ബിക്കോസ് അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും. പിന്നെ ഈവൻലി സ്ലൈസ്ഡ് ആയിട്ടുള്ള ഈവൻ തിക്നെസ് ഉള്ള സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മളുടെ സൂഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡിപ്പിംഗ് സോസിന് വേണ്ടിയിട്ട് കുറച്ച് സോയ സോസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഡിപ്പിംഗ് സോസായിട്ട് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ സൂഷി വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.